വന്ന ആ പെൺകുട്ടിയുടെ ഫോൺ ഓണാവാൻ വേണ്ടി കാത്തിരിക്കുക. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. എന്തെങ്കിലും വിവരം കിട്ടാതിരിക്കില്ല. സൂര്യ, നോക്ക്, തനിക്ക് ഭാനു എങ്ങനെയാണോ അതുപോലെ തന്നെ എനിക്കും. അതുകൊണ്ടാ തന്നെ ഇവിടെ ഇരുത്തിയിട്ട് ഞാൻ ഈ ഓടുന്നത്. എനിക്കറിയില്ല സൂര്യ, അല്ലെങ്കിൽ എനിക്കിവിടെ മനസ്സമാധാനത്തോടെ ഇരിക്കാൻ പറ്റുമോ? എന്നെക്കാൾ കൂടുതൽ ഉത്തരവാദിത്വം എന്റെ സഹോദരങ്ങളുടെ കാര്യത്തിൽ സൂര്യക്കുണ്ടെന്ന് എനിക്കറിയില്ല. എന്റെ മനസ്സെപ്പോഴും പറയുന്നു, ഭാനുവിന് ഒരു ആപത്ത് സംഭവിക്കില്ല. ഇതെന്തോ ചതി പറ്റിയതാ. അതെന്താണെന്ന് വേണം നമ്മൾ കണ്ടുപിടിക്കാൻ. എനിക്ക് നന്നായിട്ട് വിശക്കുന്നു. ഇന്നൊന്നും കഴിച്ചിട്ടില്ല. താൻ എടുത്തു വയ്ക്കേ. ചെല്ല. അണ്ണാ, അണ്ണാ അവിടെയൊന്നും ഇല്ല അണ്ണാ. അണ്ണാ, അണ്ണാ വിഷമിക്കാതെ. അമ്മയ്ക്കും ഭാനുവിനും ഒന്നും വരൂല. ഭാനുവിനെ കാണാനായിട്ട് ഇന്ന് 2ാം ദിവസം. ഇന്ന് രാവിലെ മുതലാണ് അമ്മയും കാണുന്നില്ല. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല രമേശ. ഇന്ന് രാവിലെ അമ്മ വന്ന് എന്നോട് സ്നേഹത്തോട് സംസാരിച്ചിട്ട് പോയി ഇതിനായിരുന്നു രമേശ. അണ്ണ ഇങ്ങനെ കരഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സങ്കടം വരില്ലേ? അണ്ണൻ കരയാതെ നമുക്ക് അന്വേഷിക്കാം. നമ്മളിനി എവിടെ പോയി അന്വേഷിക്കാനാ? എനിക്കൊന്നും അറിയത്തില്ല. അണ്ണൻ നോക്കിയോ, ഒരു പോറല് വെക്കാതെ അമ്മയും ഭാനുവും തിരിച്ചു വരും. ദൈവം അവരെ നമുക്ക് തിരിച്ചു വരും. അണ്ണ 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 വണ്ടി കയറി. അബി, ഭരത്തെ, എന്തായി? ആന്റിയെ കുറിച്ച് വല്ല വിവരം കിട്ടിയോ? ഇല്ല ബി, പല വഴിക്കും ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ഭരത്തെ, 2 പേരെ ഒരുമിച്ച് കാണാതായ സ്ഥിതിക്ക് ഇത് ട്രാപ്പ് ആവാനാ ചാൻസ്. അതെ ബി, എനിക്കും തോന്നുന്നത് അങ്ങനെ തന്നെയാ. കേസ് കൊടുത്തോ ഭരത്തെ? ACP കേസ് എടുത്തിട്ടുണ്ട് അബി. മീഡിയ ഒന്നും അറിയിച്ചിട്ടില്ല. കേസ് ഫയൽ ചെയ്താലേ ഇതിന്റെ പുറകിൽ ആരായാലും തുടർ നടപടികൾ എടുക്കാൻ പറ്റത്തുള്ളൂ. അതെ ഭരത്തെ, കേസ് കൊടുത്ത് എന്തുകൊണ്ട് നന്നായി. ഭരത്തിന്റെ ഡിപ്പാർട്ട്മെന്റ് ആയതുകൊണ്ട് കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റുമല്ലോ. ആർക്കും ഒരു സമാധാനം ഇല്ല ബി, എല്ലാവരും ടെൻഷനില്ല. അത് പിന്നെ എനിക്കറിയില്ലേ ഭരത്തെ. വിഷമിക്കാതെ, ഒരാപത്തും നമുക്ക് ദൈവം വരുത്തില്ല. വീട്ടിലേക്ക് പോകാൻ പോലും തോന്നുന്നില്ല ബി, അത്രമാത്രം മനസ്സ് മരവിച്ചിരിക്കുക. അങ്ങനൊന്നും ചിന്തിക്കലടാ. ഭരത്ത് വേണം എല്ലാവരെയും സമാധാനിപ്പിക്കാൻ.
ഈ സമയത്ത് ഞാനും അവിടെ ഇല്ലാതായി പോയല്ലോ. അത് സാരമില്ല, അബിയുടെ ജോലി നടക്കട്ടെ. ഞാൻ എന്തെങ്കിലും വിവരം കിട്ടിയാൽ അങ്ങോട്ട് വിളിച്ചോളാം. ഓക്കേടാ. കേറ്. സൂര്യ, 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 ഒന്ന് വേഗം വാ, നമുക്ക് വീട്ടിലേക്കൊന്ന് പോവാം. സൂര്യ, എന്റെ മനസ്സിന് എന്തോ ഒരു വിഷമം. സൂര്യ, വീട്ടിൽ നിന്ന് ആരെങ്കിലും വിളിച്ചായിരുന്നോ? ഇല്ല സൂര്യ. ഞാൻ വിളിച്ചാലും എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി കള്ളോയെ പറയൂ. ഈശ്വര, ഭാവനെ അവളുടെ വീട്ടിലേക്ക് എങ്ങനെ കൊണ്ടുപോകും? കൊണ്ടുപോയാലും ആകെ പ്രശ്നമാവുമല്ലോ. സൂര്യ, എന്താ മിണ്ടാത്ത? ഞാൻ ഭാനുവിനെ കുറിച്ച് ആലോചിച്ച ഭാവന. സൂര്യ, ഒന്ന് വാ, പെട്ടെന്ന് നമുക്ക് പോയി അന്വേഷിക്കാം. താൻ വരണമെന്നില്ല, ഞാൻ പോയിട്ട് വരാം. ഏയ്, അതൊന്നും വേണ്ട, ഞാനും വരാം. എനിക്ക് അമ്മയൊന്ന് കണ്ടേ പറ്റൂ. എന്ത് വിഷമമുണ്ടെങ്കിലും എന്നെ കാണുമ്പോ അമ്മയ്ക്ക് അതൊരു ആശ്വാസമാ. സൂര്യ, അതൊന്നും ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. ആർക്കും മനസ്സിലായില്ലെങ്കിലും എനിക്ക് മനസ്സിലാവും ഭാവന. അതുകൊണ്ടാ തന്നെ കൊണ്ടുപോകാതിരിക്കാൻ ഞാൻ ശ്രമിക്കുന്നത്. സൂര്യ, സൂര്യ പ്ലീസ് ഒന്ന് പെട്ടെന്ന് വാ, നമുക്കൊന്ന് പോയിട്ട് വരാം. സൂര്യ, ആ, ശരി, പോവാം. താൻ റെഡിയാവാൻ നോക്ക്, ഞാനിപ്പോ വരാം. ഞാൻ റെഡിയാ. സൂര്യ പെട്ടെന്ന് വാ. ഹലോ ഏട്ടാ. ഭർത്തെ, ഭർത്തെ, എന്താ എടാ? ഹലോ ഭർത്ത, എന്തിനാ ഫോൺ കട്ടാക്കിയത്? ഞാൻ വിളിച്ചിട്ടെന്താ ഫോൺ എടുക്കാത്തത്?